മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൻ്റെ ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതോട് കൂടിയിട്ട് നമ്മൾ ഇനിയൊരു പുതിയ ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ ഫൈനൽ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മളുടെ ഫൈനൽ ബാച്ച് ആയതുകൊണ്ട് തന്നെ നാളെ നമ്മൾ നാളത്തെ ഈ ഒരു ഫൈനൽ ബാച്ചിൽ ഓറിയൻറ്റേഷന് മുൻപായിട്ട് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ, ഇപ്പോൾ ഒരു പകുതി വെച്ച് ജോയിൻ ചെയ്താലും അല്ലെങ്കിൽ നാളെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ചിലപ്പോൾ ബുക്ക് സെറ്റ് ഒന്നും കിട്ടണമെന്നുണ്ടാവില്ല, ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് നമ്മളുടെ എക്സാമിനറുടെ കൂടെ പഠിക്കണം. നമ്മളുടെ ഇത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വീണ്ടും ആ റിസൾട്ട് മിസ് കാണിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം ഫുൾ മാർക്സ് കിട്ടിയിട്ടുള്ള ഒത്തിരി മക്കളാണ്. 1 മാർക്ക് മാത്രം നഷ്ടപ്പെട്ടവരുണ്ട്, 2 മാർക്ക് മാത്രം പോയവരുണ്ട്. അതേപോലെ തന്നെ ഫുൾ A+ സയൻസ് സബ്ജക്ട്സിൽ, എല്ലാ സബ്ജക്ട്സിലും ഫുൾ A+, ഫുൾ മാർക്സ് ഇൻ സയൻസ് സബ്ജക്ട്സ്. അങ്ങനെ ഫുള്ളി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണ് നാളെ. അപ്പോൾ നാളെ ഓറിയൻറ്റേഷന് മുൻപായിട്ട് എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നാളെയാണ് നമ്മളുടെ അഗ്നി ബാച്ച് ഫൈനൽ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജൂൺ 27 ഓറിയൻറ്റേഷന് മുൻപായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നാളെ കൂടെ കഴിഞ്ഞാൽ ബുക്ക് സെറ്റ് ഇല്ല, ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ ഓർക്കുക. അതേപോലെ തന്നെ നമ്മളുടെ പൃഥ്വി ബാച്ച് നമ്മളുടെ 3ാമത്തെ ബാച്ചാണ്. ആൻഡ് ഇത് നമ്മളുടെ ഫൈനൽ ബാച്ച് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ച് തുടങ്ങുന്നത് ജൂൺ 28 അപ്പോൾ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ ഓറിയൻറ്റേഷന് മുൻപായിട്ട്, അതായത് 28 മുൻപായിട്ട് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് എൻ്റെ മക്കൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണ്, യെസ് മിസ് ഞങ്ങൾക്ക് എക്സാം വിന്നറിൻ്റെ കൂടെ പഠിക്കണം, എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ച് ഫുൾ മാർക്സ് ഉണ്ടാക്കണം, നീറ്റിലൊക്കെ റാങ്ക് വാങ്ങിക്കണം, ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതും എക്സ്ട്രാ ബെനിഫിറ്റോട് കൂടി ഫ്രീ ബുക്ക് സെറ്റോട് കൂടിയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾക്ക് മുൻപായിട്ട് അഗ്നി ബാച്ചിലാണെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫ്രീ ബുക്ക് സെറ്റ് ഉണ്ടാവില്ല. പൃഥ്വി ബാച്ചിലാണെങ്കിൽ ജൂൺ 28 മുൻപായിട്ട് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബാച്ചിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ബുക്ക് സെറ്റ് എൻ്റെ മക്കൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ബുക്ക് സെറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് മുതൽ തന്നെ ടൈം ടേബിളോട് കൂടി, നല്ല ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം ടേബിളോട് കൂടി കുറച്ചായിട്ട് പഠിച്ച് ഫുൾ മാർക്സ് തന്നെ വാങ്ങിക്കാം. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ലേറ്റ് ആകുന്തോറും നമ്മൾക്കാണ് നഷ്ടം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നാളത്തെ ഓറിയൻറ്റേഷൻ മിസ് ചെയ്യരുത്. അഗ്നി ബാച്ചിൻ്റെ ഫൈനൽ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ്. അതേപോലെ മറ്റന്നാൾ നമ്മുടെ ഫൈനൽ പൃഥ്വി ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ്.